നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്നേഹത്തിന്റെ പൊൻപ്രകാശമായി തെളിയുന്ന നിമിഷങ്ങൾ. വെൽക്കം ടു ജീസസ് കിഡ്സ്. പച്ചപ്പിന്റെ മനോഹാരിതയിൽ ഒരു പിടി കുസൃതികളുടെ രസികത്വവുമായി ഇതാ കാട്ടിലെ കൂട്ടുകാർ. മോനെ കരയാതെ, മോനോട് അമ്മ പറയുന്നതൊന്നും മനസ്സിലാക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങി തരാണ്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. ഓ, ഇത് വലിയ കഷ്ടമായി പോയല്ലോ. എന്നോട് നിങ്ങൾക്ക് ആർക്കൊരു സ്നേഹമില്ല. ആര് പറഞ്ഞു സ്നേഹമില്ലെന്ന്? അതൊക്കെ മോന് തോന്നുന്നതാ. അങ്ങനെയാണെങ്കിൽ എന്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരില്ലായിരുന്നോ? എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എല്ലാവർക്കും നല്ല നല്ല ഫോണുകളാ, എനിക്ക് മാത്രമില്ല. മോനെ ഇങ്ങനെ കരയല്ലേ, അമ്മയ്ക്ക് വിഷമാവില്ലേ? എന്റെ ദൈവമേ, എന്റെ പൊന്നു മോനെ, പറഞ്ഞില്ലേ ഇങ്ങനെ കരയല്ലേ? മോനെ, അമ്മ ഫോൺ വാങ്ങിത്തരും. വാങ്ങിത്തരോ? സത്യം? അമ്മ പിന്നെ ഒരു കാര്യം, ഫോൺ കിട്ടിക്കഴിഞ്ഞാ പിന്നെ പഠിക്കുന്നത്. എന്റെ അമ്മയുടെ മോൻ ക്ലാസ്സിൽ ഒന്നാമനായിരിക്കും. അത് മതി, അമ്മയ്ക്ക് അത് മതി. ഓക്കെ അമ്മേ, ഞാൻ കളിക്കാൻ പോട്ടെ. അയ്യോ, ചായ വേണ്ട? ഞാൻ വന്നിട്ട് കഴിക്കാം. ബൈ ബൈ, ടാറ്റാ, സീ യു, ബൈ. ഓ, വാശി പിടിച്ചവൻ കാര്യം സാധിച്ചു. എന്റെ ദൈവമേ, എന്റെ മോന് നല്ല ബുദ്ധി തോന്നിക്കണേ. അങ്ങനെ ഗംഭീറിന് ഗെയിം കളിക്കാനും സിനിമ കാണാനും പറ്റിയൊരു ഫോൺ കിട്ടി അല്ലേ? ഇനി ഗംഭീറിന് നേരം കളയാൻ എന്ത് രസമായിരിക്കും അറിയോ? ശരിയാ. എന്തുമാത്രം കഷ്ടപ്പെട്ട ഫോൺ വാങ്ങിയെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഓ, എന്ത് കഷ്ടപ്പാടാണോ. അമ്മയോട് കരഞ്ഞ് കാര്യം സാധിക്കുക ചെറിയ കാര്യല്ല. ഓ, അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊന്നും ഇങ്ങനെ ഒരു ഫോൺ സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഞാനും ആദ്യം അങ്ങനെയാ വിചാരിച്ചത്, പക്ഷെ എനിക്ക് കിട്ടിയില്ലേ. നിങ്ങളും ശ്രമിച്ചു നോക്ക്. അതെ അതെ, എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കണം. ഗംഭീരേ, ഞങ്ങൾക്ക് സിനിമയൊക്കെ കാണിച്ചു തരണേ. സിനിമയാ? എന്റെ മെയിൻ ഹോബി ഗെയിം കളിക്കല. പ്ലേ സ്റ്റോറിൽ കയറി കുറച്ച് ഗെയിം സംഘടിപ്പിക്കണം. ഓ, ഗംഭീറിന് എന്തും കളിക്കാമല്ലോ. അത്രയും കിടിലൻ ഫോണല്ലേ കിട്ടിയിരിക്കുന്നത്. സംസാരിച്ച് നടന്ന് നേരം പോയതറിയില്ല. വേഗം നടക്ക്, നമുക്ക് ഫോണില്ലാത്തതുകൊണ്ട് ഈ കളി മാത്രമേ നടക്കൂ. സംഗതി ഞാനും മറന്നു. എന്റെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത്. എന്ത് വിലപ്പെട്ട സമയം? അതേന്ന്, ഈ കളി കഴിഞ്ഞിട്ട് വേണ്ടേ ഫോണിലെ ഗെയിം കളിക്കാൻ. നിങ്ങളെന്താ വിചാരിച്ചില്ല അല്ലേ? ജയിച്ചു.
അങ്ങനെ ഗെയിമിന്റെ 1-ാം ഘട്ടം കഴിഞ്ഞു. ഇനി 9 ഘട്ടം കൂടി കഴിഞ്ഞാൽ ഞാൻ വിജയി. എന്താ അവിടെ ശബ്ദം കേൾക്കുന്നേ? പഠിക്കല്ലേ? അതമ്മേ. ആ ഫോണിൽ എപ്പോഴും ഗെയിം കളിച്ചിരിക്കരുതേ. ഇല്ലമ്മേ, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാ. ആ ശബ്ദം കേട്ടത്. ആ ശരി ശരി. അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് വേഗം ചായ ഉണ്ടാക്ക്. ശരി മോനെ, ദാ ഇപ്പൊ ഉണ്ടാക്കി തരാം. അല്ല, ഗംഭീർ ഇപ്പം പഠനത്തിൽ അല്പം പുറകോട്ടാണല്ലോ. എന്താ കാര്യം? സാറേ, അവൻ നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ. ഓ, അതൊക്കെ പണ്ട്. ഗംഭീർ നല്ലപോലെ പഠിച്ച് ക്ലാസ്സിന് 1-ാമനായിരുന്നു. ഇപ്പോ എന്തോ ഒരു മാറ്റം. അത് അവൻ ആരെയും ശല്യം ഉണ്ടാക്കാത്ത വിധത്തില് മുറിക്കകത്ത് കയറി വാതിലടച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. വാതിലടച്ചിട്ടോ? അവന് വല്ല ഫോണോ കമ്പ്യൂട്ടറോ ഉണ്ടോ? ആ, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫോൺ വാങ്ങിയിരുന്നു സാറേ. ഓഹോ, അത് പറ. അപ്പൊ അതാണ് കാര്യം. എന്താ സാറേ, എന്തു പറ്റി? ഒന്നുമില്ല. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഞാൻ ശ്രദ്ധിച്ചോളാം സാറേ. ഓക്കെ. ആ, ഗംഭീറിന്റെ അമ്മ ചെല്ല്. ഞാന് പോസ്റ്റ് ഓഫീസ് വരെ ഇരിക്കുന്നു പോകണം. ശരി സാറേ. പാവം രക്ഷിതാക്കൾ, അവരറിയുന്നില്ലല്ലോ മക്കൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. വല്ലാത്തൊരു ടാസ്ക് തന്നെ. എന്റെ അമ്മ കാത്തോളേ. എന്റെ അമ്മേ, തന്നെ ചത്തോയാനെ. ഈ ഘട്ടം കൂടി കഴിഞ്ഞ പിന്നെ 9-ാം ഘട്ടത്തിലേക്ക് അടുക്കാറായി. കൊള്ളാം കൊള്ളാം കൊള്ളാം. പപ്പീസേ, ഞാനേ ഈ ഗെയിമിന്റെ 3-ാം ഘട്ടമെത്തി. അപ്പോഴുള്ള ടാസ്ക് എന്താണെന്ന് അറിയാമോ? ഇല്ലല്ലോ. എന്താ ടാസ്ക്? ഭക്ഷണം കഴിക്കാതെ 3 ദിവസം കഴിയണമെന്ന്. ഫുഡ് അടിക്കാതെ 3 ദിവസം കഴിയേ? അതേന്ന്. ഞാൻ ഇന്ന് 1 ദിവസമായി. ഇനി 2 ദിവസം കൂടി ഭക്ഷണം കഴിക്കാതിരുന്ന ഗെയിമിന്റെ 3-ാം ഘട്ടം ഞാൻ വിജയിച്ചു. ഈശ്വര, അപ്പൊ വിശക്കില്ലേ? ഗെയിം പൂർത്തിയാക്കാൻ ഞാൻ എന്തും സഹിക്കും. ഗംഭീരെ, ഇത് അപകടമാണ് കേട്ടാ. ഈ ഗെയിം കളിക്കരുത്. ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോകും. നിനക്ക് വട്ടായോ? എനിക്കിതൊന്നൊരു പ്രശ്നമല്ല. എന്റെ ഗംഭീരെ, ഇത് മരണ ഗെയിമാ. ഇതിനെ കുറിച്ചാണെന്നാ തോന്നുന്നത് വമ്പൻ സാറ് നമ്മളോട് ഇന്നാള് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്റെ പപ്പീസ്, നീ ഇത് തൽക്കാലം ആരോട് പറയണ്ട. ഗംഭീരെ, ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഈ ഗെയിം ഉപേക്ഷിക്കുന്നതാ നല്ലത്. ഞാൻ ശ്രമിക്കാം. ചെല്ല്. പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല പിന്നെ ക്ഷീണം അല്പുണ്ടെങ്കിൽ എന്താ, 3-ാം ഘട്ടം പൂർത്തിയാക്കിയല്ലോ. അടുത്തത് അല്പം റിസ്കാ. എങ്കിലും എനിക്ക് ജയിച്ചേ പറ്റൂ. അവിടേക്ക് പോവാം. എന്റെ അമ്മോ, ഈ മതിലിൽ നിന്നും താഴേക്ക് ചാടുന്നതോടെ ഞാൻ 4-ാം ഘട്ടം ഗെയിം പൂർത്തിയാക്കും. എന്നെ തോൽപ്പിക്കാൻ പിന്നെ ആർക്കും സാധിക്കില്ല. ഓ, എന്നാലും എന്തൊരു താഴ്ച. കാര്യമായി പറ്റിയിട്ടുണ്ടല്ലോ. അല്ല ഗംഭീർ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അത് ഞാൻ പിന്നെ
കാല് തെറ്റി വീണതാ. എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല കേട്ടോ. ശരിക്കും പപ്പീസേ, ഞാൻ കാല് തെറ്റി വീണതാ. എന്തായാലും ഇത്രയല്ലേ പറ്റിയുള്ളൂ. അതെ, അത് തന്നെ ഈശ്വരാനുഗ്രഹം. എന്നാ നമുക്ക് പോയാലോ? കപിൽ ചെല്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞു. ഓ എന്നാ ശരി, എങ്കിൽ ഞാൻ പോകട്ടെ. ശരി ആയിക്കോട്ടെ. അപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. ഓക്കെ, ഞാൻ അറിയിക്കാം. ബൈ. സത്യം പറയേ ഗംഭീരേ, ഇത് ഗെയിമിന്റെ ബാക്കി പത്രമല്ലേ? എന്നോടൊന്നും വിളിക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി ഗംഭീരേ. പപ്പീസേ, എനിക്ക് രക്ഷപ്പെടണം, പക്ഷെ കഴിയുന്നില്ല. എപ്പോഴും കളിക്കാൻ തോന്നും, നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് പോലെയാ എന്നെ. എന്റെ പിന്നാലെ ആരോ നടന്ന് ഞാൻ ചെയ്യുന്നത് ഉറപ്പ് വരുത്തുന്നത് പോലെ. വിഷമിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നേ. ഇല്ല പപ്പീസേ, ഈ കെണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല. എന്റെ ജീവിതം ഈ നശിച്ച ഗെയിമിൽ അവസാനിക്കും. കരയാതെ പപ്പീസേ, കരയാതെ. എനിക്ക് കിട്ടുന്ന ഓരോ ടാസ്കും അപകടം നിറഞ്ഞതാ പപ്പീസേ. എനിക്ക് രക്ഷപ്പെടണം പപ്പീസേ, എനിക്ക് രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞില്ലേ, ഗംഭീർ ഭയപ്പെടാതെ കാര്യം ചെയ്യാം. ഗംഭീറിന്റെ കാല് ശരിയായ ശേഷം നമുക്ക് ഈ ഫോൺ വമ്പൻ സാറിനെ ഏൽപ്പിക്കാം. അതുവരെ നല്ല ചിന്തയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലും ഈ ഒരു കളി കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്? ഈ മൊബൈൽ ഫോൺ വല്ലാത്തൊരു സംഭവം തന്നെ. ഈ ഫോണിന്റെ ഉപയോഗം വളരെ വലുതാ. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം അത് അതിനേക്കാൾ എത്രയോ വലുതാണെന്നോ. എന്തായാലും ഗംഭീറിന് സംഭവിച്ചത് ഇനി ആർക്കും ഉണ്ടാവാതിരുന്നാ മതി. ഒരു ഗെയിമിന് അടിമയാവുക, ആ ഗെയിമിന്റെ പേരിൽ ഒരുപാട് ആക്സിഡന്റ്സ് ജീവിതത്തിൽ ഏറ്റുവാങ്ങുക, ഓർക്കാനേ കഴിയുന്നില്ല. ഗംഭീറിന് പപ്പീസിനെ പോലെയുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയത് കൊണ്ട് ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഗംഭീർ ഗെയിമിന്റെ 4ാം ഘട്ടത്തിൽ എത്തിയപ്പോ തന്നെ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തു കൂട്ടിയതെന്ന് ഓർക്കുന്നുണ്ടോ? സാറേ, എല്ലാം എന്റെ തെറ്റ സാറേ. അത് മതി, ഈ ഒരു തിരിച്ചറിവ് മതി. ഇനിയെങ്കിലും ഒരാളും ഇത്തരം ചതിക്കുഴിയിൽ വീഴാതിരിക്കട്ടെ. ജീവിതത്തിൽ വിനോദങ്ങൾ ആവശ്യമാണ്. എന്നാൽ അത് നമ്മുടെ ചിന്തകളും മനസ്സുകളും ശുദ്ധമാകാനുള്ള വിനോദമാകണം. ദൈവം നമുക്ക് തന്നിട്ടുള്ള വാസനകളിലൂടെ വേണം ആ വിനോദങ്ങൾ കണ്ടെത്താൻ. നമ്മുടെ ചിന്തകൾക്കും വാസനകൾക്കും പങ്കില്ലാത്ത ഒരു വിനോദവും ദൈവികമല്ല. അതുകൊണ്ട് നന്നായി ഉല്ലസിക്കുക, നന്നായി പഠിക്കുക, നന്നായി വിശ്രമിക്കുക. അതൊക്കെ ലഭിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കൂട്ടുകാരെ വിട്ട് ഇനി ടിങ്കുവിനോടൊപ്പം വചനം ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? അയ്യോ, എനിക്കറിയത്തില്ല. അറിയത്തില്ലേ? ഇല്ല അങ്കിൾ. നീ ഒന്ന് ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ ഓർത്ത് നോക്കണം. ഞാൻ മേലോട്ട് നോക്കുന്നേ. ഞാൻ ഓർത്ത് നോക്കാം. ഓ അത് ശരി. എന്താ? ഇന്നാണ് ശിശുദിനം. ഇന്നാണോടാ ശിശുദിനം? പൊട്ടത്തരം പറയരുത് കേട്ടോ. അയ്യോ, പിന്നെന്താ? നീ ഒന്ന് ശരിക്കും ഓർത്ത് നോക്ക്. ഞാൻ പറയാം. എന്താ? ഇന്നാണ് സ്വാതന്ത്ര്യം. നീ ഇങ്ങനെ മണ്ടത്തരം പറയരുത് കേട്ടോ. ഞാൻ പറയാം ഞാൻ. ഇന്നാണ് നിന്റെ ഹാപ്പി ബർത്ത്ഡേ. എടാ, നീയാണോ ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? ഞാനല്ലേ പറയണ്ടേ? ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് എന്താ ഉള്ളത്? ഇന്ന് നിന്റെ പിറന്നാളായിട്ട് അങ്കിൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാ അങ്കിൾ? എന്തൊക്കെയാണെന്നറിയാം. ഇത്രമാത്രം തിടുക്കാണോ? അതെ, എനിക്ക് സമ്മാനമാണ്. ഓ, നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ സമ്മാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അതെ അങ്കിൾ, എല്ലാവർക്കും ഇഷ്ടം സമ്മാനങ്ങൾ കിട്ടുന്നതോ? അതെ.
നമ്മൾ പലപ്പോഴും സമ്മാനങ്ങൾ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? അയ്യോ, ഞാനത് ഓർത്തില്ല അങ്കിൾ. ഒരു സ്ഥലത്ത് ഒരു ജ്യേഷ്ഠനും അനിയനും ഉണ്ടായിരുന്നു. എന്താ അങ്കിൾ? ഈ ജ്യേഷ്ഠനൻ തൻ്റെ അനുജൻ്റെ ബർത്ത്ഡേക്ക് നല്ലൊരു സമ്മാനം വാങ്ങിക്കൊടുത്തു. എന്ത് സമ്മാനം അങ്കിൾ? ഒരു നല്ലൊരു കാറ് മേടിച്ചു കൊടുത്തു. അനുജന് വളരെ സന്തോഷമായി. ആ കാറുമായിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? അടുത്തുള്ള ടൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കടന്നുപോയി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വണ്ടിയുടെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ വണ്ടിക്ക് ചുറ്റും ഒരു ടൗണിലെ ഒരു പയ്യൻ ഇങ്ങനെ കറങ്ങി നടക്കുക. എന്തിനാ അങ്കിൾ അവൻ വന്നേ? അവൻ വന്ന് ഈ കാറിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അനുജൻ പറഞ്ഞു, ഇതെൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് സമ്മാനമായി വാങ്ങിത്തന്നതാണ്. അപ്പോൾ ഈ അടുത്ത് നിന്ന ഈ ടൗണിലെ പയ്യൻ വളരെ വിഷാദത്തോടുകൂടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, നീ ഇപ്പോൾ ചിന്തിച്ചത് ഞാൻ പറയാം. എന്നാണ് അവൻ ചിന്തിച്ചത്? നീ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാകുക? ഞാൻ അറിയട്ടെ. പറ, എന്താ? എനിക്കും ഇതുപോലൊരു ജ്യേഷ്ഠനുണ്ടെങ്കിൽ. ശരിയാണ്, എനിക്കിതുപോലെ ജ്യേഷ്ഠനുണ്ടെങ്കിൽ എന്നാണ് ഈ കുട്ടി ചിന്തിച്ചതെന്ന് ഇദ്ദേഹം വിചാരിച്ചു. പക്ഷെ ശരിക്കും ആ കുട്ടി ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഞാനും ഒരു ജ്യേഷ്ഠനാണ്, എൻ്റെ അനിയന് ഇതുപോലൊരു സമ്മാനം നൽകണം. ഈ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു ആ കുട്ടിയെ. ഉടനെ അവനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ കയറുന്നോ? നിന്നെ ഞാൻ ടൗണൊക്കെ ചുറ്റി കാണിച്ചു കൊണ്ടുവരാം. അവന് വളരെ സന്തോഷമായി. എന്നിട്ടെന്തുണ്ടായെങ്കിൽ? അവനെ ആ വണ്ടിയിൽ കയറ്റി അദ്ദേഹം ആ ടൗണ് ചുറ്റി കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിലൊന്ന് വരാമോ ഈ വണ്ടിയും കൊണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ അതിനെന്താ, ഞാൻ വരാമല്ലോ. പിന്നെ അയാൾ അവൻ്റെ ആഗ്രഹം മാനിച്ച് പോയി. പോകുന്ന വഴിക്ക് അദ്ദേഹം ചിന്തിച്ചു, ഈ കുട്ടി പറഞ്ഞത് ഒരു പക്ഷേ അവിടെയുള്ള ആളുകളെയൊക്കെ കാണിക്കാനായിട്ടായിരിക്കും. അദ്ദേഹം ചിന്തിച്ച് അവിടെ ചെന്ന വഴി അവൻ കാറിൽ നിന്ന് വേഗം പുറത്തിറങ്ങി. എന്നിട്ട് അവൻ സ്റ്റെപ്പുകൾ കയറി അവൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ അവൻ്റെ അനുജനുണ്ടായിരുന്നു. 2 കാലും മുടന്തായിട്ടുള്ള അവൻ്റെ അനുജൻ. ആ അനുജനെ ഈ കാറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? അവൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഇതുപോലെ ഒരു കാറ് ചേട്ടന് ജോലി കിട്ടുമ്പം നിനക്ക് വാങ്ങിത്തരും. ഇത് കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ പലപ്പോഴും എനിക്ക് കിട്ടാനല്ലേ ആഗ്രഹിക്കുന്നത്, മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇതുവരെയായിട്ടും ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഈ കുട്ടിയുടെ ചിന്ത എത്രയോ വലുതാണ്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും എനിക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ദൈവം ലോകത്തിന് വേണ്ടി തൻ്റെ സ്വന്തം കുമാരനെയാണ് നൽകിയത്, സ്വന്തം പുത്രനെ. നമ്മുടെ ജീവിതത്തിലും നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാവീദിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ തനിക്കായിട്ടൊന്നും നേടിയില്ല, താൻ ദൈവത്തിന് വേണ്ടി സകലവും നേടി. എല്ലാ വിജയവും ദൈവത്തിനുള്ളതായിരുന്നു. ദൈവത്തിലാണ് താൻ പൂർണ്ണമായി പ്രശംസിച്ചത്. പ്രിയ കൂട്ടുകാരെ, നാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമുക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? ഞാനിനി നല്ല കുട്ടിയാണ്. തീർച്ചയായിട്ടും ടിങ്കുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് അത് കാരണമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓക്കേ, ഇനി നിങ്ങളുടെ സമയം. അഭിപ്രായങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ എന്തുമാകാം. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വിനോദത്തിൽ നിന്ന് ഇനി പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും ലോകത്തിലേക്ക്. ബൈ.